ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. എന്റെ പൊന്നോ, ആ ക്യാപ്റ്റൻ ആയതോട് കൂടിയിട്ട് യാരിനും നെവിനും അക്ബറും എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയത്തില്ല. ഫുൾ ഫണ്ണായിട്ടൊരു എൻജോയ് മൂഡിലാണ് ഇവർ 3 പേരും ഉള്ളത്. പിന്നെ ഇവര് ടീമൊക്കെ തിരിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ക്യാപ്റ്റന്മാർ 3 പേരും ഒരുമിച്ച് കിച്ചണിനകത്താണ്. പിന്നെ വെസലിലേക്ക് നമ്മുടെ അനുമോളെയും ഷാനവാസിനെയും കൊണ്ട് ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ചേർന്നിട്ട് ഫ്ലോറും അതുപോലെ ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്യണം. അനുമോള് രാവിലെ തന്നെ ഗെയിം അവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഫുഡ് സെർവ് ചെയ്യുമ്പോൾ പാത്രമല്ല, അതിന് 9 പേർക്കുള്ള പാത്രങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് ഒരുപോലെ വിളമ്പണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് തോന്നിയതുപോലെയൊന്നും എടുത്ത് കഴിക്കരുത്. ഈ ക്യാപ്റ്റന്മാരിൽ ഒരാൾ നമ്മുടെ നെവിൻ ആണല്ലോ, അതും കിച്ചൺ ഡ്യൂട്ടിയും. അതുകൊണ്ട് തന്നെ അനുമോളുടെ ആ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തതാണ് ഇവിടെ. സത്യത്തിൽ തോന്നുന്ന പോലെ നമ്മുടെ തക്കാളിയും മറ്റു പച്ചക്കറികളൊന്നും എടുത്ത് കൊടുക്കരുത്. അതായത് ക്യാപ്റ്റന്മാരാണെങ്കിലും മറ്റുള്ളവർക്ക് പറയാനുള്ള ഒരു അധികാരം അവിടെ ഉണ്ടല്ലോ. അപ്പോഴിവിടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റന്മാർക്ക് അനുമോൾ നിർദ്ദേശം കൊടുക്കുവാണ് കേട്ടോ. നിങ്ങൾ ക്യാപ്റ്റന്മാരൊക്കെയാണ്, കിച്ചൺ ജോലികളൊക്കെ ചെയ്തോളൂ. എന്നാൽ ഈ ഫുഡൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം. ഞാനും കിച്ചൺ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതാണ്. നല്ല ഫുഡ് തരണം, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് അങ്ങ് കൊടുക്കുവാണേ. ആ സമയം അക്ബർ പറയുന്നുണ്ട്, അതൊന്നും പറ്റത്തില്ലേ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അനുമോൾ ഇവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഈ 3 ക്യാപ്റ്റന്മാരും കൂടിയിട്ട് നമ്മുടെ ഈ ബിഗ് ബോസ് വീടിനെ ഭരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളത്.